അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ മാഷാ അല്ലാ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് മൗലാന പേരോട് ഉസ്താദ് ഒതുക്കുങ്ങൽ വരുന്നുണ്ട് എന്നുള്ള ഒരു വീഡിയോ, ഒരു നോട്ടീസ് കണ്ടപ്പോൾ ഞാനത് വിട്ടിരുന്നു. അത് വിട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇൻഷാ അല്ലാ നൗഷാദിൻ്റെ എല്ലാ പണികളും ഒഴിവാക്കി നൗഷാദിനോട് പറഞ്ഞിരുന്നു, മോനെ ഇജ്ജ് പേരോട് ഉസ്താദ് പ്രസംഗിക്കാൻ വരുന്നുണ്ടടാ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ എന്തൊക്കെ പറയണമെങ്കിൽ ആ പറയുന്നതിൽ നിന്ന് നിനക്ക് പറ്റിയ എവിടെയെങ്കിലും വല്ല തെറ്റുകളോ ലഫ്ലുകളോ ഒക്കെ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പേരോട് ഉസ്താദിന് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഏതെങ്കിലും കൂടിയ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ കൂടിയെടുത്ത് എനിക്ക് കൂട്ടും, പിന്നെ കുറക്കും ചെയ്യാം, കുറച്ചെടുത്ത് എനിക്ക് കൂട്ടും ചെയ്യാം. അപ്പോൾ അതിന് ചെന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അവിടെ വെച്ച് പേരോട് ഉസ്താദ് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, ചെറിയൊരു ഭാഗം, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയിലേക്ക് നമുക്ക് കിടക്കാം. സംസാരത്തിൽ ശരിക്ക് സുന്നത്തിനെ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്ത് പറയാറില്ല. ഗീബത്ത് പറയുന്നതിനെ കണിശമായി വിരോധിച്ച മതമാണ് ഇസ്ലാം. പോരാ, ഗീബത്ത് പറയരുത് എന്ന് മാത്രമല്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ തന്നെ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ റയീസുൽ ഉലമ കയറി വന്നു. റയീസുൽ ഉലമ കയറി വന്നപ്പോ ഞാൻ റയീസുൽ ഉലമ വരുന്നുണ്ട് എന്നെ തക്ബീർ ചൊല്ലിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി, എനിക്കും റാഹത്തായി. അതേസമയത്ത് അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് നിസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്ന് നേരെ വീണ്ടും ഞാൻ തക്ബീർ ഇല്ലാലോ, നിങ്ങൾ തക്ബീർ കേൾക്കാനാണ് ആൾ വന്നത്. നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ? സമയത്തിന് വിലയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യത്തത് കാണാത്ത ഒരാള് അയാൾ സൂഫി വഴിയിലാണെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിന്റെ വേണ്ടത് അത് നേരത്തെ കയറിയപ്പോ ആദരവും ബഹുമാനമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത് കയറിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം, അല്ലെങ്കിൽ നല്ല ചിന്ത വേണം, അല്ലെങ്കിൽ നല്ല കൽബ് വേണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. സൂഫി തന്നെ മൂലയിൽ എന്നാ സൂഫിയാവൂല. അതിനെന്ത് വേണം? ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ. തെറ്റിദ്ധാരണ അത് വലിയ തെറ്റാണ്. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, നല്ലതേ ധരിക്കാവൂ. ദുന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ. മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കും. നിങ്ങൾക്കറിയില്ലേ ഫത്ഹുൽ മുഈൻ ഫിഖ്ഹ് എങ്ങനെയാണ് നല്ലതേ വിചാരിക്കണമെന്നല്ലേ? ഒരു പൂച്ച അത് എലിയിൽ പിടിക്കുന്നത് കണ്ട് അതേ അതിൻ്റെ മീശയുമേലും താടിയുമേലും ഒക്കെ എന്തായി, സുബ്ഹാനല്ലാഹ്, നജസായി. അത് നമ്മളെന്ന് വിട്ട് പുറത്തു പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വന്നു. പോയ സ്ഥലത്ത് വലിയൊരു കുളമുണ്ട്. ഇനി ആ പൂച്ച വന്നാൽ ഫിഖ്ഹ് അനുസരിച്ച് തന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ മുഖം കുത്തിയാൽ ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് പോയ സമയത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒതുവെല്ലാം എടുത്ത് വന്നതായിരിക്കും എന്ന് വിചാരിക്കുക. പൂച്ചനെ പറ്റും നല്ല വിചാരിക്കുക. നായനെ പറ്റി വരെ നല്ല വിചാരിക്കണമെന്നല്ലേ ഫത്ഹുൽ മുഈനില്ലേ? നമ്മളൊക്കെ എന്താണ് നായനെ പറ്റി നല്ല വിചാരിക്കല്? നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് നായ എങ്ങനെ തലപൊക്കുന്നു. ആ നായ എങ്ങനെ തലപൊക്കുന്നുണ്ട്, പക്ഷെ വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല. നായ ബക്കറ്റിൽ നിന്ന് തല ഇങ്ങനെ പൊക്കുന്നത് കണ്ടു. എന്നാ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഫത്ഹുൽ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ആ നായ തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നായനെ പറ്റി അല്ലേ വിചാരിച്ചൂടെ? അപ്പൊ ചിലർക്ക് ചിന്തയാണ്, പിന്നെ എന്തിനാ അങ്ങനെ തല പൊക്കിയത് എന്ന്. നിങ്ങളിൽ എത്ര കിണറ്റിൽ ഇങ്ങനെ നോക്കലുണ്ട്, എത്ര ലിറ്റർ വെള്ളം ഉണ്ട് നോക്കിയതായിരിക്കും നായനെ പറ്റി അങ്ങനെ നല്ല വിചാരിച്ചൂടെ? അപ്പൊ നല്ലത് വിചാരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ സൂഫിയാകല്, എങ്ങനെ തസൗഫാകല്, എങ്ങനെ ഫിഖ്ഹാകല്? ഒന്നും ഉണ്ടാവില്ല, ദീനൻ ഉണ്ടാവില്ല. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ചുഴന്ന് അന്വേഷിക്കാനും പാടില്ല. എവിടെയാ അയാൾ പോയത്? പുറത്തിറങ്ങിങ്ങനെ പോകുമ്പോൾ അവനെ പറ്റി ഇങ്ങനെ വിചാരിക്കുക, 2 കുപ്പിയുണ്ട് അയാളുടെ അടുത്ത്. ദശമൂലാരിഷ്ടാണെന്ന് വിചാരിക്കണോ? പിന്നെ കള്ളു കുപ്പിയാന്ന് വിചാരിച്ചിട്ട് അത് പരിശോധിക്കാൻ പോണോ? അങ്ങനെ പരിശോധിക്കാൻ പാടില്ല, തെറ്റാണ്. അങ്ങനെ പരിശോധിക്കൽ ഹറാമല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? അപ്പൊ അങ്ങനെ വലാ തജസ്സസൂ. അങ്ങനെയുള്ള ചിലര് സുബ്ഹാനല്ലാഹ് എവിടെ ഉണ്ട് ഒരു അക്ഷരം തെറ്റിപ്പോന്ന്, എവിടെ ഉണ്ട് ഒരു ഹർക്കത്ത് മാറിപ്പോന്ന് എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന എന്തു സൂഫി കടുത്ത തൂപ്പിയായി പോകും. അങ്ങനെയായി പോകാൻ പാടില്ല. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ തെളിഞ്ഞ മനസ്സുള്ളവരാണ്. സൂഫിയാക്കൾ ശരിക്ക് ഖുർആനും ഹദീസും അനുസരിച്ചുള്ള ജീവിതം. മാഷാ അല്ലാ മാഷാ അല്ലാ. മൗലാന പേരോട് ഉസ്താദ് കഴിഞ്ഞ വ്യാഴാഴ്ച അഥവാ ഇന്നലെ ഒതുക്കുങ്ങൽ വന്ന് പ്രസംഗിച്ചതാണത്.
2 മണിക്കാണ് പേരോട് ഉസ്താദിന്റെ സമയം വെച്ചിരുന്നത്. 2 മണിക്ക് വരുന്നത് കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ് എല്ലാവരും ബേജാറായി പോയി. ഉസ്താദായിട്ട് എത്തൂലേ. 3-3:30 മണിയായി പേരോട് ഉസ്താദ് എത്തിയപ്പോഴേക്കിന്. ഉസ്താദ് എത്തിയിട്ട് എ മുതൽ സെഡ് വരെ പറഞ്ഞ വിഷയത്തിൽ ഏത് നാടനും വിഷയം മനസ്സിലാക്കാൻ പറ്റിയ വിഷയമാണ് ഉസ്താദ് അവറുകൾ പറഞ്ഞത്. ഏത് അവനും ഇപ്പോൾ നോക്കൂ, ഞാൻ ചെറിയൊരു ഭാഗമാണ് ഇതിലിട്ടത്. ഈ ഭാഗത്തിൽ നിന്ന് തന്നെ നിങ്ങളതൊന്ന് പരിശോധിച്ചു നോക്കൂ. ഉസ്താദ് പറഞ്ഞത് നമ്മളും ഒരാളെ തജസ്സുസ് ചെയ്തുകൊണ്ട് പരിശോധിക്കുക. നമ്മൾ എന്നോട് ഉദ്ദേശിക്കുന്നത് അവിടെ ഇവർ സൂഫിയാക്കളാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഈ നടക്കുന്നത്. അള്ളാന്റെ ആരാണ് ഔലിയാക്കന്മാർ, അവർക്ക് പ്രത്യേക കഴിവുണ്ട്, അള്ളാഹു തആല നേരിട്ട് സംസാരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വാക്കിലോ അതല്ലെങ്കിൽ പ്രവൃത്തിയിലോ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതാണ് പേരോട് ഉസ്താദ് ഇവിടെ പറഞ്ഞത്. ഇവരെന്ത് സൂഫിയാണ്? പേരോട് ഉസ്താദ് പറഞ്ഞവർ ഇവര് തൂപ്പിയാണ്. ഇവരുടെ ഗീറത്ത് കാരണം, പേരോട് ഉസ്താദിനോടുള്ള ഗീറത്ത് കാരണം എന്താണ് അവർക്ക് പേരോട് ഉസ്താദിനെ പറഞ്ഞുകൂടാത്തത്? നോക്കിങ്ങൾ ഉസ്താദിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ലളിതമായ രൂപം. ഉസ്താദ് അവസാനം പ്രസംഗിച്ച് കഴിഞ്ഞ് ദ്വാ ചെയ്യുന്ന സമയത്ത് കരഞ്ഞാണ് ദ്വാ ചെയ്ത് പിരിയുന്നത്. എന്തുകൊണ്ട്? പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പകരം വെക്കാനല്ല സുഹൃത്തുക്കളെ. പേരോട് ഉസ്താദിന് ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ. അങ്ങനത്തെ ഒരു വലിയ മഹാനാണ് പേരോട് ഉസ്താദ്. അങ്ങനത്തെ ഒരു വലിയ മഹാനാണ്. എനിക്ക് നേരെ അനുഭവമുള്ള ഒരാളാണ് ഞാൻ പേരോട് ഉസ്താദിൻ്റെ. ഞാൻ മറ്റേ ചങ്ങായിനായിട്ടും ബന്ധമുണ്ടായിരുന്നല്ലോ, ഒക്കെ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അവർ തികച്ചും കള്ളന്മാരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. രണ്ടാമട്ടം, ഞാൻ അന്ന് പേരോട് ഉസ്താദ് ഇവിടെ ഒതുക്കുന്ന വരുന്നുണ്ട്, നൗഷാദ് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിരുന്നു. അപ്പം നൗഷാദ് എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. പേരോട് ഉസ്താദ് വരുന്നത് നല്ലോണം ശ്രദ്ധിച്ചു. പേരോട് ഉസ്താദ് വന്നു എന്ന് കണ്ടപ്പത്തിന് എന്ത് ചെയ്തു? വേഗം പ്രസ്സിലേക്ക് ഓടിയത്. എന്തിനു വേണ്ടിയിട്ട്? അതിനിഞ്ഞൊരു മറുപടി പ്രസംഗം അവിടെ വെക്കണം. അവിടെ തന്നെ ഒരു മറുപടി പ്രസംഗം വെക്കണം. ഒറ്റ ദിവസം ക്യാപ്പ് ഇട്ടിട്ട്, ഇന്ന് വേണ്ട നാളെ ആയിക്കോട്ടെ. പേരോട് ഉസ്താദ് ഓക്കെ ഉസ്താദിന്റെ ചാരത്ത് വെച്ചിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. നാളെഞ്ഞിപ്പോ നൗഷാദിന്റെ പരിപാടി ഉണ്ട്. അവിടെ ഇന്ന് രാവിലെ പൊന്മള ഭാഗത്ത് കൂടെയൊക്കെ ഉള്ള ദർസ് കൂടെയൊക്കെ ഉള്ള കുട്ടികൾ രാവിലെ സുബൈക്ക് നീച്ചു നോക്കുമ്പോൾ ഓരോ പോസ്റ്ററുമ്പോ കൂടിയും ഓരോ സ്ഥലത്തു കൂടിയൊക്കെ നോട്ടീസ് ഒട്ടിയിട്ടുണ്ട്. അതാ നോട്ടീസ് നോക്കി, നോട്ടീസ് ഒട്ടിച്ചു കഴിഞ്ഞു. നാളെ അഹ്സനി ഉസ്താദ് ഒതുക്കുങ്ങൽ. എന്തിനാണ് കൂട്ടരെ ഈ വരുന്നത് അറിയോ? പേരോട് ഉസ്താദ് ഇന്നലെ അവിടെ വന്ന് പ്രസംഗിച്ചതിനു മറുപടിക്ക് എന്താ പേരോട് ഉസ്താദ് അവിടെ വന്നു പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം, ഔലിയാക്കന്മാരെങ്ങനെ പോകണം, ആലിമീങ്ങൾ എങ്ങനെ പോകണം, നാടന്മാരതിനെ എങ്ങനെ കാണണം, പിന്തുടരുന്നവർ എങ്ങനെയായിരിക്കണം, ഔലിയാ എങ്ങനെയായിരിക്കണം, ഔലിയാക്കന്മാരുടെ കദമിൽ പോകുന്നവർ എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയങ്ങൾ, ഏതാണ്ട് വിഷയങ്ങളൊക്കെ പേരോട് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവൻ അവിടെ ചെല്ലുന്നത് മലീമസമാക്കാനാ. ഇവൻ അവിടെ ചെന്ന് പരസ്യമായിട്ടൊന്നും പരിപാടി നടത്തൂല കേട്ടോ, അത് വേറെ വിഷയം. എന്ത് ചെയ്യുന്നറിയോ? വലിയ കല്യാണ മണ്ഡപോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂം എടുത്തുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ആരെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന കൂട്ടര്? എന്തിനാണിത്? അപ്പോ ഇതിനൊപ്പം ഇരുന്നു കൊണ്ട് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ വളരെ സൂക്ഷിച്ചോളി, വളരെ ശ്രദ്ധിച്ചോളി. നമ്മളുടെ ദീന് കൊണ്ടാണ് ഈ കളിക്കുന്നത്, അള്ളാന്റെ ദീന് കൊണ്ടാണ് ഈ കളിക്കുന്നത്. തരീ കെട്ടിക്കാണ്ട്
താടി വെച്ച് തലയിൽ കെട്ടി താടി വെച്ചുകൊണ്ട് അള്ളാന്റെ ദീന് കൊണ്ടാണ് ഈ കളിക്കുന്നത്. പേരോട് ഉസ്താദിനെ ഓന് അവിടെ പറഞ്ഞു, പേരോട് ഉസ്താദ് സുലൈമാൻ ഉസ്താദിനെ ബഹുമാനിച്ചില്ല എന്ന് വിഷയം പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദ് ആ വിഷയം, പേരോട് ഉസ്താദിന്റെ വിഷമം കൊണ്ട് ആ വിഷയം അവിടെ പറഞ്ഞു. എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കറിയാം, എന്നാലും പേരോട് ഉസ്താദും പറഞ്ഞു. അതുപോലെ പേരോട് ഉസ്താദ് പറയുന്ന ചില വിഷയങ്ങൾ ഇവൻ എന്ത് ചെയ്യാ, ശൈത്താന്റെ രൂപത്തിൽ, പിശാചിന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യക്ഷപ്പെടും, വരാൻ കഴിയുമെന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു, ജിഫിരി തങ്ങൾ പറഞ്ഞു, നജീബ് മൗലവി പറഞ്ഞു, അതിനൊക്കെ ഞങ്ങൾ ഗണ്ണിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വീരവാദം നടത്തുന്നുണ്ട് നമ്മളെ കുഞ്ഞാമത്. അതുപോലെ നൗഷാദും പമ്പൈസും ഒക്കെ കണക്കാം, ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, പേരോട് ഉസ്താദ് പിശാചിന്റെ രൂപത്തിൽ, പിശാച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്ന് തന്നെയാണ് പേരോട് ഉസ്താദ് അന്നും ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ചെറിയ നാടന്മാർക്ക് മനസ്സിലാകുന്ന ഒരു രൂപം, പിശാചിന് എൻ്റെ മാതിരി പ്രത്യക്ഷപ്പെടാൻ കഴിയുമല്ലോ, നമ്മളൊക്കെ രൂപത്തിൽ പിശാചിന് പ്രത്യക്ഷപ്പെടാൻ കഴിയും. ആ പിശാച് നമ്മളെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ആ നമ്മളെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇബ്ലീസിന് കളവ് പറയാൻ കഴിയുമോ? ഈ പിശാചിന് കളവ് പറയാൻ കഴിയുമോ? കളവ് പറയാൻ കഴിയും. ഇങ്ങനെ കളവ് പറയാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആ ഇബ്ലീസിനൊക്കെ എന്ത് ചെയ്യാം? ഞാൻ നബിയാണ് എന്ന് പറഞ്ഞൂടെ? ഇബ്ലീസ് നബിയാണ്, ഇബ്ലീസിന് പറയാ ഞാൻ റസൂലുള്ളയാണ്, ഞാൻ ജിബ്രീലാണ്, ഞാൻ ഗൗസുൽ ആദമാണ്, ഞാൻ ബദരീങ്ങളിൽപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ് എന്നൊക്കെ ആർക്ക് പറയാ? ഇബ്ലീസിന് പറയാ. ഇബ്ലീസിന് കളവ് പറയാലോ. പക്ഷെ അതല്ലല്ലോ, സംഗതി അല്ല. പക്ഷെ കളവ് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയൂല. അതുതന്നെയല്ലേ അഹ്ലുസുന്നയുടെ വാദം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നാടന്മാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഇറങ്ങി ഈ കുരുവട്ടൂരികൾ. നല്ലോണം സൂക്ഷിച്ചോളിയും, കൂടുന്ന ആളുകൾ നല്ലോണം സൂക്ഷിച്ചോളിയും. അൽഹംദുലില്ലാ, ഒരുപാട് വിഷയങ്ങൾ കേട്ട് ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. ഇനിയും എല്ലാ ആളുകളും മാറണം.